ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. 2026 ഏപ്രിൽ 14 തീയതിയാണ് വിഷു. അതായത് മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 അതായത് 2026 ഏപ്രിൽ മാസം 14 തീയതി ചൊവ്വാഴ്ച ചതയം നക്ഷത്രം കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥി സുരഭികരണം ശുഭ്രനാമ നിത്യവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ടാണ് മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നത്, അതായത് രവി സംക്രമണം. അതിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ വിഷു സംക്രമണം നടക്കുന്ന ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അവിട്ടം നക്ഷത്രക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിഷുഫലം പറയുന്നത്. ഈ വിഷുഫലം എന്ന് പറയുന്നത് ജാതകാലുള്ള ഫലങ്ങളോ മറ്റ് ഗോചര ഫലങ്ങളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. ദൈവാധീനം ഉണ്ടോ ഇല്ലയോ ഇതൊന്നുമല്ല അതിനകത്തെ അടിസ്ഥാനം. വിഷുഫലം അത് ആദിത്യൻ്റെ ആ മേടം രാശി സംക്രമണ സമയത്ത് വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ അതിൻ്റേതായ അഭിവൃദ്ധികൾ, ധാരാളം മഴ ലഭിക്കുക, മൃഗസമ്പത്ത് വർദ്ധിക്കുക, സസ്യങ്ങൾക്ക് ആവശ്യമുള്ള കാലാവസ്ഥ വരിക വഴി പച്ചക്കറി ആയാലും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ള ഫലങ്ങളുണ്ട്. അതുപോലെ അവിട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ വന്നിച്ചേരും. പ്രധാനമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേഷ്യം ഒഴിവാക്കുക. കുടുംബത്തെ ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുക. കഴിവതും ഐക്യത്തോടുകൂടി പോവുക. ധനം ചെലവ് ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. അതായത് ഈ വിഷുവിന് ശേഷം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ആ ഒരു വർഷത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങൾ ഉണ്ടാകാം. അപ്രതീക്ഷിത ധനാഗമന യോഗം എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടാകാം, തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക്, എക്സ്പോർട്ടിങ് ചെയ്യുന്നവർക്ക്, ഇമ്പോർട്ടിങ് ചെയ്യുന്നവർക്ക്, ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക്, ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മറ്റ് ഇടപാടുകൾ എന്തെങ്കിലും വന്ന് ഭവിക്കുക. അതുമല്ല എങ്കിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും കുറച്ച് ധനം തരിക, അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഭൂമി കുറച്ച് ഭാഗം വിൽക്കുക, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഓഹരി ലഭിക്കുക. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ കൊണ്ട് ധനാഗമന യോഗം ഉണ്ടാകാം. പ്രത്യേകിച്ച് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുക, ചിട്ടി കുറി അടിക്കുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ധനാഗമന യോഗമുള്ള ഒരു വർഷമാണ് ഈ വിഷുവിന് ശേഷം വന്നു ചേരുക, വിഷു ഫലത്തിൻ്റെ അടിസ്ഥാനമാക്കി. എന്നാൽ അലസത മൂലവും ദുർബുദ്ധി മൂലവും അത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. നമ്മൾ സമൂഹത്തിൽ കാണാറില്ലേ, ചില സന്ദർഭങ്ങളിലെങ്കിലും വന്നു ചേർന്നു, നല്ല എമൗണ്ട് വന്നു ചേർന്നതാണ്, പക്ഷേ ഇതിലേ പോയി എന്നറിയത്തില്ല, അത് പ്രാഞ്ചി പറഞ്ഞ് മുഴുവൻ പോയി. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ഒരു ധൈര്യക്കുറവ് തോന്നുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക, നല്ല വിജയങ്ങൾ വന്നിച്ച് കടങ്ങളൊക്കെ വീടുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപ്രദമാണ്. അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, അതായത് അവിട്ട നക്ഷത്രക്കാരായ കുട്ടികളുണ്ടെങ്കിൽ
അവരുടെ മാതാപിതാക്കൾക്കും അതിൻ്റേതായ ഫലങ്ങൾ വന്നു ചെയ്യും. സ്വന്തം നാട് വിട്ടൊക്കെ പോയി ജോലി ചെയ്യുക, ഏതെങ്കിലും തരത്തിലൊരു പുതിയ സംരംഭം ആരംഭിക്കുക, ആ സംരംഭത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നല്ല വിജയങ്ങൾ വന്നു ചേരുക, സാമ്പത്തിക ലാഭം വന്നു ചേരുക, ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവർക്ക് രോഗം ഫലിക്കുക, കൃഷിയിൽ നിന്നൊക്കെ നല്ല ആദായം കിട്ടുക. മുൻ വർഷങ്ങളിലൊക്കെ കൃഷി കൊണ്ട് ആദായം കിട്ടാതെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ വില കിട്ടാതെ, നല്ല വിളവൊക്കെ കിട്ടിയതായിരുന്നു, വില കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെ വില കിട്ടുക വഴി സാമ്പത്തിക ലാഭം വന്നു ചേരുക, അത് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിച്ച് ടാക്സി ഓടിയൊക്കെ സാമ്പത്തികം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ ആവിഷ്കരണ ശൈലിയിലൂടെ പുതിയ പുതിയ പദ്ധതികളും തന്ത്രങ്ങളും മെനയുവാൻ ഈ വിഷുവിന് ശേഷം ഈ ഔട്ട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വിഷു ഫലമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ താഴെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. ഗ്രഹനിലയൊക്കെ നോക്കുന്നതിനും ദശാകാലം നോക്കുന്നതിനും അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർക്ക് നോക്കുവാനായിട്ടും അവസരമുണ്ട്. അത് ഏത് നക്ഷത്രക്കാരായാലും വിവാഹ പൊരുത്തങ്ങൾ നോക്കുക, മുഹൂർത്തങ്ങൾ നോക്കുക, അതിന് നേരിട്ട് വരികയോ ഓൺലൈനായിട്ടും നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ജല ഉൽപ്പന്നങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ലാഭമുണ്ടാകും. ജലത്തിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ മൂലം സാമ്പത്തിക ലാഭം വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് മെഡിസിൻ്റെയൊക്കെ വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ, മറ്റ് കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുക, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ളവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം വന്നു ചേരുവാൻ യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷയം എന്തുമാണ്, ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ മാറുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആ വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.